ഇന്നത്തെ നമ്മുടെ റെസിപ്പി വൈകുന്നേരങ്ങളിൽ ചായയുടെയൊക്കെ കൂടെ കഴിക്കാവുന്ന വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാവുന്ന വളരെ രുചികരമായിട്ടുള്ള നല്ലൊരു 4 മണി പലഹാരമാണ്. ഇതിന് നമ്മുടെ വീട്ടിലൊക്കെയുള്ള വളരെ കുറച്ച് ചേരുവകൾ മാത്രം മതി. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു റെസിപ്പി എങ്ങനെയാണ് ചെയ്തെടുക്കുന്നത് നോക്കാം. അതിനായിട്ട് ആദ്യം നമുക്ക് ചെറിയൊരു മസാല തയ്യാറാക്കി എടുക്കുന്നതിനായിട്ട് ഈ ഒരു പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഈ ഓയിൽ ഇവിടുന്ന് ചൂടായി വരുമ്പോൾ ഞാനിപ്പോൾ ഇവിടെ 2 ചെറിയ സവാള ഇതുപോലെ നല്ല പൊടിപ്പൊടിയായിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ നമ്മുടെ എരിവനുസരിച്ച് പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു പച്ചമുളക് ചെറുതായിട്ട് തന്നെ ഇതുകൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് ഈ ഉള്ളി ഒന്ന് സോഫ്റ്റായി വരുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കണം. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇതുപോലുള്ള റെസിപ്പികൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായി അറിയിക്കാനും മറക്കല്ലേ. ഈ സമയത്ത് തന്നെ നമുക്ക് ഇതിന് വേണ്ടുന്ന ബാക്കി കാര്യങ്ങൾ കൂടി ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു 3 മുട്ട ഒന്ന് പുഴുങ്ങി അതിൻ്റെ തോടൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഓരോ മുട്ടയും ഇങ്ങനെ ഒന്ന് എടുത്ത ശേഷം ഇത് രണ്ടായിട്ട് ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് ഈ ഒരു പീസ് നമുക്കിങ്ങനെ 3ആയിട്ടൊന്ന് കട്ട് ചെയ്ത ശേഷം ഇത് ചെറിയ കഷ്ണങ്ങളാക്കി ഇതുപോലെ ഒന്ന് അരിഞ്ഞെടുക്കാം. ഇതിന് പകരം നിങ്ങൾക്ക് മുട്ടയൊന്ന് ഗ്രേറ്റ് ചെയ്തെടുത്താലും മതി. ഇപ്പോൾ നമ്മൾ 3 മുട്ടയും ഇതുപോലെ ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഉള്ളി ഇവിടെ നിന്ന് സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടി ഇട്ട് കൊടുത്ത് ചെറിയൊരു ഗോൾഡൻ കളറായി വരുന്നവരെ നമുക്കിതിങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കണം. ആദ്യം ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതുപോലെ നമ്മുടെ എരിവനുസരിച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഈ പൊടിയുടെ പച്ചമണം ഒന്ന് മാറുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഇനി നമ്മുടെ കയ്യിൽ ടൊമാറ്റോ സോസ് ഉണ്ടെങ്കിൽ അതും നമുക്ക് 1 ടീസ്പൂൺ ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് നമ്മളിവിടെ അരിഞ്ഞു വെച്ചിരിക്കുന്ന മുട്ട കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്ത് ഇതെല്ലാം കൂടി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഈ മുട്ടയും മസാലയും എല്ലാം കൂടി നല്ലപോലെ ഒന്ന് മിക്സ് ആവുന്ന രീതിയിൽ തന്നെ വേണം നമ്മളിങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കാൻ. ഈ സമയത്ത് ഉപ്പുണ്ടോ നോക്കിയിട്ട് ഉപ്പ് കുറവാണെങ്കിൽ ഒരല്പം ഉപ്പ് കൂടി ഇട്ട് കൊടുത്താൽ മതി. ഇപ്പോൾ മുട്ടയും മസാലയും എല്ലാം കൂടി നല്ലപോലെ ഒന്ന് മിക്സായി വന്നിട്ടുണ്ട്. ഇനി നമ്മുടെ കയ്യിൽ മല്ലിയില ഉണ്ടെങ്കിൽ കുറച്ച് മല്ലിയില നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞത് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് ഇതെല്ലാം കൂടി ഒന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ ഫില്ലിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് ഇതിൻ്റെ ചൂടൊന്ന് മാറാൻ വേണ്ടി മാറ്റി വയ്ക്കണം. ഇനി നമുക്കിതിലേക്ക് വേണ്ടുന്നത് ബ്രെഡാണ്. നമുക്ക് എത്ര സ്നാക്ക് വേണമോ അതിനനുസരിച്ച് ബ്രെഡ് എടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇവിടെ ഒരു 8 ബ്രെഡ് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോ ബ്രെഡും എടുത്ത് ഇത് ചെറുതായിട്ടൊന്ന് പരത്തിയെടുക്കാം. ചെറുതായിട്ടൊന്ന് പരത്തിയ ശേഷം റൗണ്ട് ഷേപ്പിലുള്ള ഏതെങ്കിലും അടപ്പ് കൊണ്ടോ അല്ലെങ്കിൽ കട്ടർ ഉണ്ടെങ്കിൽ അതുകൊണ്ടോ നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കണം. ഇതുപോലെ നമ്മൾ ഈ ഒരു ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ബാക്കിയുള്ളത് നമുക്ക് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. ഇനി നമുക്ക് ഇതിന് മുകളിലേക്ക് 1 ടേബിൾ സ്പൂൺ ഫില്ലിങ് വെച്ച് കൊടുക്കാം. ഒരുപാട് ഫില്ലിങ് വെച്ച് കൊടുക്കേണ്ട, കുറച്ച് ഫില്ലിങ് വെച്ച് കൊടുത്താൽ മതി. ഇനി ഇതിൻ്റെ സൈഡ് ഒന്ന് ഒട്ടിക്കിട്ടാൻ വേണ്ടി ഞാൻ 1 ടേബിൾ സ്പൂൺ മൈദാപ്പൊടിയിലേക്ക് അല്പം വെള്ളം ചേർത്തൊന്ന് കലക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അത് നമുക്കിതിൻ്റെ സൈഡിലേക്ക് ഇങ്ങനെ ഒന്ന് തേച്ച് കൊടുക്കണം. ഇനി അടുത്ത പീസ് ബ്രെഡ് കൂടി നമുക്കിതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ ഒന്ന് വെച്ച് കൊടുത്ത് സൈഡ് രണ്ടും ചേർത്തൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഫില്ലിങ് ഒന്നും ഒട്ടും വെളിയിൽ പോകാത്ത രീതിയിൽ തന്നെ വേണം നമ്മളിതൊന്ന് ഒട്ടിച്ചെടുക്കാൻ. ഇപ്പോൾ നമ്മളിവിടെ ഇതുപോലെ ഒന്ന് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ബാക്കിയുള്ളത് നമുക്ക് ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കണം. എല്ലാം നമ്മളിപ്പോൾ ഫില്ലിംഗ് ഒക്കെ വെച്ച് ഇതുപോലെ ഒന്ന് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മൾ ബ്രെഡ് കട്ട് ചെയ്തെടുത്തപ്പം അതിൻ്റെ ആ ബാക്കി വന്ന സൈഡും അതിൻ്റെ കൂടെ 1 ബ്രെഡും കൂടി ചേർത്ത് ഞാൻ മിക്സിയിലൊന്ന് പൊടിച്ചെടുത്തിട്ടുള്ള ബ്രെഡ് ക്രംസ് ആണിത്. ഇനി നമുക്കിതിലേക്ക് ചെറിയൊരു എരിവ് കിട്ടാൻ വേണ്ടി ഇതിലേക്ക് 1/2 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. അതുപോലെ മല്ലിയില ഉണ്ടെങ്കിൽ അതും നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഇതെല്ലാം കൂടി നല്ലപോലെ തന്നെ നമുക്ക് കൈ കൊണ്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഈ മുളക് പൊടി ഇട്ടതും മല്ലിയില ഇട്ടതൊക്കെ ഓപ്ഷനിലാണ്, നിങ്ങൾക്ക് വേണ്ടെങ്കിൽ അത് ഒഴിവാക്കാവുന്നതാണ്. ഇനി ഇത് ഓരോന്നായിട്ട് എടുത്ത് ഞാനിപ്പോൾ ഇവിടെ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട്. ആ വെള്ളത്തിൽ നമുക്കിതൊന്ന് മുക്കിയെടുക്കാം. ഒരുപാട് സമയം നമ്മളിത് വെള്ളത്തിൽ വെക്കൽ, ജസ്റ്റ് ഒന്ന് മുക്കിയെടുത്താൽ മാത്രം മതി. ഇനി നമുക്കിത് ഈ ഒരു ബ്രെഡ് പൊടിച്ചതിലേക്ക് വെച്ച് കൊടുത്ത് ഇതുകൊണ്ട് നല്ലപോലെ ഇങ്ങനെ ഒന്ന് കവർ ചെയ്തെടുക്കണം. ഇപ്പോൾ ഈ ബ്രെഡ് പൊടിച്ചതുകൊണ്ട് നല്ലപോലെ ഇതിങ്ങനെ ഒന്ന് കവർ ചെയ്തെടുത്തിട്ടുണ്ട്. ബാക്കിയുള്ളത് നമുക്ക് ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കാം. എല്ലാം നമ്മളിപ്പം ഇതുപോലെ ഒന്ന് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കുന്നതിനായിട്ട് ഈ ഒരു പാനിലേക്ക് ഒരു അല്പം ഓയിൽ ഒഴിച്ചു കൊടുക്കാം. 1 ടീസ്പൂൺ ഓയിലൊക്കെ ഒഴിച്ചു കൊടുത്താൽ മതി. ഇനി ഇത് പാനിൻ്റെ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ നല്ലപോലെ ഇതിങ്ങനെ ഒന്ന് തേച്ച് കൊടുക്കണം. പാനൊന്ന് ചൂടായ ശേഷം തീ ഒന്ന് കുറച്ച് വെച്ചിട്ട് നമുക്കിത് ഓരോന്നായിട്ട് ഇങ്ങനെ ഒന്ന് വെച്ച് കൊടുക്കാം. തീ ഒരുപാട് കൂട്ടി വെക്കല്, കുറച്ച് വെച്ച് തന്നെ വേണം നമ്മളിതൊന്ന് മൊരിയിച്ചെടുക്കാൻ. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമുക്കൊരു അല്പം ഓയിലൂടി ഇങ്ങനെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് നമുക്ക് തിരിച്ചിട്ട് കൊടുത്ത് 2 സൈഡും ഒന്ന് മൊരിയിച്ചെടുക്കണം. തീ കുറച്ച് വെച്ച് തന്നെ വേണം നമ്മളിത് ചെയ്തെടുക്കാൻ, അല്ലെങ്കിൽ ബ്രെഡ് ആയതുകൊണ്ട് തന്നെ ഇത് പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോവും. ഇപ്പോൾ 2 സൈഡും ഒന്ന് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിങ്ങനെ എടുക്കാം. ബാക്കിയുള്ളത് നമുക്ക് ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കണം. അങ്ങനെ മുട്ടയും ബ്രെഡൊക്കെ വെച്ചിട്ട് വളരെ പെട്ടെന്ന് ചെയ്തെടുക്കാവുന്ന വളരെ രുചികരമായിട്ടുള്ള പലഹാരം ഇവിടെ റെഡി ആയിട്ടുണ്ട്.